വെൽക്കം ടു സ്കൗട്ട് മാസ്റ്റേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ടെൻറ്റും അതിൻ്റെ ഭാഗങ്ങളും. ഒരു ടെൻറ്റ് ഉയർത്തുന്നതിന്, ഒരു ടെൻറ്റ് പിച്ച് ചെയ്യുന്നതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം, അത് പിച്ച് ചെയ്യുമ്പോൾ ഏതൊക്കെ ഭാഗങ്ങൾ ഉപയോഗിക്കണം, എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനാവശ്യമായിട്ടുള്ളത്, അതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ടെൻറ്റിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ, അതിൻ്റെ ടെൻറ്റ് ഷീറ്റ്, റൂഫായിട്ട് ഉപയോഗിക്കുന്ന ഷീറ്റ്, കുറ്റികളായിട്ട് ഉപയോഗിക്കാനുള്ള, അതിനെ പെഗ് എന്ന് പറയും, അല്ലെങ്കിൽ കുറ്റികൾ, അത് മരത്തിൻ്റെ കുറ്റികൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇരുമ്പ് കുറ്റികൾ ഉപയോഗിക്കാം. അത് അടിച്ചുറപ്പിക്കുന്നതിന് വേണ്ട മാലറ്റ്, കൊട്ടുപൊടി, മരത്തിൻ്റെ കുറ്റികളാണ് അടിച്ചുറപ്പിക്കേണ്ടതെങ്കിൽ മരം കൊണ്ടുള്ള കൊട്ടുപൊടിയാണ് ഉപയോഗിക്കുക, അതിന് മാലറ്റ് എന്ന് പറയുന്നു. ഇരുമ്പിൻ്റെ ആണെങ്കിൽ ഹാമർ, ചുറ്റിക നമ്മൾ കരുതണം. കൂടാതെ ഇത് വലിച്ചു കെട്ടുന്നതിനുള്ള ഗൈലൈൻസ്, റോപ്പ് കരുതണം, ഗൈലൈൻസ് റോപ്പ് കരുതണം. ഒരു ടെൻറ്റിൻ്റെ അകത്ത് വിരിക്കുന്നതിനുള്ള ഷീറ്റ് കയ്യിൽ കരുതാം. ഈ ടെൻറ്റ് മടക്കി സൂക്ഷിക്കുന്നതിനുള്ള ഒരു കവർ ഷീറ്റ് നമുക്ക് കരുതാം. ഇത്രയും സാമഗ്രികൾ ഈ ടെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമാണ്. ഒപ്പം ഈ ടെൻറ്റ് ഉറപ്പിക്കുന്നതിനാവശ്യമായത്, കെട്ടി ഉയർത്തി നിർത്തുന്നതിനാവശ്യമായ കമ്പുകളും നമുക്ക് ആവശ്യമാണ്. ആ കമ്പുകൾ രണ്ട് പേരിലാണ് അറിയപ്പെടുക. സ്റ്റാൻഡിംഗ് പോൾ അല്ലെങ്കിൽ അപ്രൈറ്റ് പോൾ എന്ന് പറയും. മുകളിൽ വരുന്ന കമ്പ്, ഇവിടെ കുത്തി നിർത്തുന്ന കമ്പിനെ പറയുന്നു സ്റ്റാൻഡിംഗ് പോൾ. സ്റ്റാൻഡിംഗ് പോൾ എന്ന് പറയും. മുകളിൽ നീളമുള്ള ഒരു കമ്പാണെങ്കിൽ ഒരു കമ്പ് ഉയർത്തുന്നു, രണ്ട് കമ്പാണെങ്കിൽ രണ്ട് കമ്പ് ചേർത്ത് കെട്ടുന്നു. ഇവിടെ ഉറപ്പിക്കുന്ന കമ്പിനെ പറയും റിഡ്ജ് പോൾ. റിഡ്ജ് പോൾ, ഇവിടെ വരുന്നത് റിഡ്ജ് പോൾ, ഇവിടെ സ്റ്റാൻഡിംഗ് പോൾ. നമുക്ക് ആദ്യം എന്തു ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ടെൻറ്റ് അടിച്ചുറപ്പിക്കുന്നതിന് അതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കാം. ആദ്യം നമ്മൾ ഈ സ്റ്റാൻഡിംഗ് പോള് ഏകദേശം ടെൻറ്റിൻ്റെ ഷീറ്റിൻ്റെ വലുപ്പത്തിന് ആനുപാതികമായിട്ടുള്ള കമ്പുകളാണ് നമുക്കെടുക്കുക. ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ 8 അടി ഉയരമുള്ള കമ്പും 10 അടി നീളമുള്ള മറ്റൊരു കമ്പുമാണ് നമുക്കിതിന് സ്റ്റാൻഡേർഡ് സൈസിൽ ഒരു ടെൻറ്റിന് നമ്മൾ എടുക്കുന്നത്. സ്റ്റാൻഡിംഗ് പോള് 6 അടി ഉയരമുള്ളതും, റിഡ്ജ് ഉയരം നമുക്ക് ടെൻറ്റിൻ്റെ അകത്ത് കിട്ടണം. 8 അടി ഉയരമുള്ള സ്റ്റാൻഡിംഗ് പോളും റിഡ്ജ് പോള് 10 അടി നീളത്തിലുള്ള ഒരു കമ്പ് അല്ലെങ്കിൽ രണ്ട് കമ്പ് ചേർത്ത് കെട്ടുന്ന രീതിയിലും നമുക്ക് എടുക്കണം. ഈ കമ്പിനെ പറയും സ്റ്റാൻഡിംഗ് പോൾ. മുകളിൽ കെട്ടുന്ന കമ്പിനെ പറയും റിഡ്ജ് പോൾ. ഇവിടെ നമ്മൾ കെട്ടുന്നത് സ്ക്വയർ ലാഷിംഗ് ആണ്. ഈ രണ്ട് ഭാഗത്ത് നമ്മൾ കെട്ടുന്നത് സ്ക്വയർ ലാഷിംഗ് ആണ്. ഇവിടെ രണ്ട് കമ്പുകൾ നമുക്ക് ചേർത്ത് കെട്ടുമ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഷിയർ ലാഷിംഗ് മാർക്ക് 2 ആണ്. ഷിയർ ലാഷിംഗ് മാർക്ക് 2. അതിനുശേഷം നമുക്ക് ആദ്യമേ തന്നെ ഈ കമ്പുകളിൽ കെട്ടിയിടേണ്ട മെയിൻ ഗൈലൈൻസ്, ഗൈ റോപ്പ് നമ്മളിവിടെ കെട്ടിയിടണം. രണ്ട് വശത്തും ഇവിടെ കെട്ടി ആദ്യം നമ്മൾ തയ്യാറാക്കി വയ്ക്കണം. കാരണം ഇത് ഉയർത്തി കഴിഞ്ഞിട്ട് നമുക്ക് കെട്ടാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ താഴെ കിടത്തി വെച്ച് തന്നെ വേണം ഈ റിഡ്ജ് പോളും സ്റ്റാൻഡിംഗ് പോളും തമ്മിൽ ചേർത്ത് കെട്ടാനും. ഒപ്പം ഈ മെയിൻ ഗൈലൈൻസ് രണ്ട് സൈഡിലേക്കും ടെൻറ്റ് വലിച്ചു കെട്ടാനുള്ള ഈ രണ്ട് കയറുകളും കൂടി ഇവിടെ നമ്മൾ മുകളിൽ കെട്ടിയിരിക്കണം. അത് നമുക്ക് ക്ലൗഹിച്ചിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടാം. രണ്ട് ഭാഗങ്ങളിലും ക്ലൗഹിച്ചിട്ട് അതിന് പയനിയറിംഗ് റോപ്പ് ഉപയോഗിക്കുന്ന പോലെ വീണ്ടും ഒരു
തമ്പിനോട്ടിട്ട് അതിനെ ഉറപ്പിച്ച് ടൈറ്റ് ചെയ്ത് വലിക്കാം. അതിനുശേഷമാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ഷീറ്റ്, നമ്മുടെ ടെൻറ്റിൻ്റെ ഷീറ്റ് അല്ലെങ്കിൽ ഏതാണോ നമ്മൾ ഷീറ്റായിട്ട് ഉപയോഗിക്കുന്നത് ആ ഷീറ്റ് നമ്മൾ കിടത്തിയിട്ട് എവിടെയാണോ നമ്മൾ ടെൻ്റ് അടിക്കുന്നത് ആ ഭാഗത്ത് പ്രത്യേകം മാർക്ക് ചെയ്ത് ഇതിൻ്റെ നീളത്തിനും വീതിക്കും ആനുപാതികമായ സ്ഥലം കണ്ടെത്തി അവിടെ മാർക്ക് ചെയ്ത് ഈ പൊസിഷൻ കൃത്യമായി മാർക്ക് ചെയ്ത് വെച്ച് ഇവിടെ നമ്മൾ ഷീറ്റ് വിരിക്കുന്നു. ഒരു സൈഡിൽ മാറ്റി ഷീറ്റ് വിരിക്കുന്നു. ഈ ഷീറ്റ് വിരിച്ചതിൻ്റെ മധ്യത്തിൽ ഈ റിഡ്ജ് പോളും സ്റ്റാൻഡിംഗ് പോളും കെട്ടി ഉറപ്പിച്ചതിന് ശേഷം അവിടെ കൊണ്ടുപോയി വയ്ക്കുന്നു. ഇത് രണ്ടുപേരും കൂടി ചേർന്ന് ഉയർത്തി പൊക്കി കൊണ്ടുവന്ന് എവിടെയാണോ ടെൻ്റ് അടിക്കുന്നത് ആ പോയിന്റിലേക്ക് നമ്മൾ കുത്തി നിർത്തുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഷീറ്റ് വരുന്നു. ഇതുപോലെ ഷീറ്റ് വരുന്നു. ഈ ഷീറ്റ് നമ്മൾ ഉയർത്തി വെച്ചിട്ട് ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരാൾ നിൽപ്പുണ്ടാവും, ഈ ഭാഗത്തും ഒരാളുണ്ടാവും. ഈ കുറ്റി സ്റ്റാൻഡിംഗ് ബോൾ പിടിച്ചു നിൽക്കാൻ അത് നമ്മൾ പിടിച്ചു നിൽക്കുന്നു. അതിനുശേഷം ഈ മെയിൻ ഗൈ ലൈൻസ്, ഇതിനെ പറയുന്നതാണ് മെയിൻ ഗൈ ലൈൻസ്. ഈ മെയിൻ ഗൈ ലൈൻസ് രണ്ട് വശത്തേക്കും വലിച്ച് മറ്റൊരു സ്കൗട്ട് മറ്റൊരാൾ ഇവിടെ വലിച്ചു പിടിച്ച് കുറ്റി ഉറപ്പിക്കുന്നു. ഇവിടെ നമ്മൾ അടിച്ചുറപ്പിക്കുന്നത് ഈ കുറ്റി 45 ഡിഗ്രി ചരിവിൽ വേണം ഈ കുറ്റി ഭൂമിയിലേക്ക് അടിച്ചിറക്കാൻ. 45 ഡിഗ്രിയിൽ അടിച്ചിറക്കുന്നു. അതിനുശേഷം ഇവിടെ ഇടുന്ന കെട്ട് റൗണ്ട് ടേൺ ആൻഡ് 2.5 inches. ഇവിടെ ഇടുന്ന കെട്ടിൻ്റെ പേര് റൗണ്ട് ടേൺ ആൻഡ് 2.5 inches. അപ്പോൾ മെയിൻ ഗൈ ലൈൻസ് 2 എണ്ണം ഇവിടെ നിന്ന് വലിച്ച് 45 ഡിഗ്രി ആംഗിളിൽ ചരിച്ച് കുറ്റി ഉറപ്പിച്ചതിന് ശേഷം ഈ മെയിൻ ഗൈ ലൈൻസ് രണ്ടും രണ്ട് ഭാഗത്തേക്ക് വലിച്ച് റൗണ്ട് ടേൺ ആൻഡ് 2.5 inches ഇട്ട് ഉറപ്പിക്കുന്നു. ഇതിന് ശേഷം ഈ 4 കോർണറും, ഇവിടെ 2 കോർണർ, മറുവശത്ത് 2 കോർണർ, ഈ കോർണറിൽ വരുന്ന 4 കോർണർ ഗൈ ലൈൻസ് 4 വശത്തേക്കും വലിച്ച് പെഗ് കുറ്റി 45 ഡിഗ്രി ആംഗിളിൽ ചരിച്ച് അടിച്ച് ഉറപ്പിക്കുന്നു. റൗണ്ട് ടേൺ ആൻഡ് 2.5 inches ഇട്ട് കെട്ടി ഉറപ്പിക്കുന്നു. 4 എണ്ണം അവിടെ കഴിഞ്ഞു. 2 മെയിൻ ഗൈ ലൈൻസ് ഉറപ്പിച്ചു. ഈ കുറ്റി പിടിച്ചിരിക്കുന്ന 2 പേരും മാറുന്നില്ല. ഇത് ഉറപ്പിച്ചു വയ്ക്കുന്നു. അതിനുശേഷം ഇത്രയും 2 ഭാഗം ഉറപ്പിച്ച് 4 ഭാഗം കോർണർ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നടുക്ക് ഇവിടെ ആൾ വേണ്ട, ഇവർ 2 പേരും പുറത്തേക്ക് വരുന്നു. ബാക്കി 8 പേര് ചേർന്ന് സൈഡിലേക്കുള്ള ഈ ഫ്ലാപ്പുകൾ, സൈഡിലേക്കുള്ള ഫ്ലാപ്പിൻ്റെ സൈഡിൽ ഇത് ഡബിൾ ഫ്ലൈ ടെൻ്റാണ്. ഈ ഡബിൾ ഫ്ലൈ ടെൻറ്റിൽ ഇന്നറിൽ വരുന്ന ഭാഗം ആദ്യം കെട്ടുന്നു. ഇന്നറിൽ വരുന്ന ഭാഗം ആദ്യം വലിച്ച് കുറ്റി ഉറപ്പിക്കുന്നു. അതിനുശേഷം ഔട്ടറിൽ വരുന്ന ഭാഗം ഗൈ ലൈൻസ് വലിച്ച് കുറ്റിയിലടിച്ച് കെട്ടി ഉറപ്പിക്കുന്നു. അങ്ങനെ 2 സൈഡിലും 4 8 കുറ്റികൾ 8 ഗൈ ലൈൻസും സൈഡിൽ വരുന്നു. ഇത് ഡബിൾ ഫ്ലൈ ടെൻ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഡബിൾ ഫ്ലൈ ടെൻറ്റിൽ ആദ്യം വലിച്ചു കെട്ടി ഉറപ്പിക്കുന്നത് ഇന്നറിൽ വരുന്ന പോർഷനിലുള്ള ടെൻറ്റ് ഭാഗമായിരിക്കും. അതിനുശേഷമായിരിക്കും ഔട്ടർ വലിച്ചു കെട്ടി ഉറപ്പിക്കുക. ഈ ഇന്നറിനും ഔട്ടറിനും ഇടയ്ക്ക് ഒരു 6 ഇഞ്ച് ഗ്യാപ്പെങ്കിലും രണ്ടിനും തമ്മിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ മഴക്കാലത്ത് ഈ രണ്ടും തമ്മിൽ ഒട്ടിക്കിടന്നാൽ ചോർച്ചയുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ, ഈ ഡബിൾ ഫ്ലൈ ടെൻറ്റിൻ്റെ ഉള്ളിൽ എപ്പോഴും ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ചൂടുകാലത്ത് ചൂട് എയർ സർക്കുലേറ്റ് ചെയ്ത് ചൂട് കുറയ്ക്കാനും ഇത്തരം ടെൻറ്റുകൾ സഹായിക്കുന്നു. ഇനി ഇതിൻ്റെ മറ്റു ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ആദ്യം കണ്ടു ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സ്റ്റാൻഡിംഗ് പോള് 2 എണ്ണം, റിഡ്ജ് പോള് കൂട്ടിച്ചേർത്തുന്നു. ഇത് തമ്മിൽ സ്ക്വയർ ലാഷിംഗ് ഉപയോഗിച്ച് കെട്ടുന്നു. നടുക്ക് വന്നിരിക്കുന്ന റിഡ്ജ് പോള് കെട്ടുവരെ വേണ്ടി വരുന്നതാണെങ്കിൽ ഷിയർ ലാഷിംഗ് മാർക്ക് 2 ഉപയോഗിച്ച് കെട്ടുന്നു. ഇത് ഷീറ്റാണ്. ഇതിനെ പറയുന്ന ഭാഗത്തിന് പേരെന്ന് പറയുന്നതാണ് റൂഫ്. ഇതിനെ പറയുന്നത് റൂഫ് എന്നാണ്. ഏറ്റവും ആദ്യം വലിച്ചു കെട്ടുന്നതും
ഏറ്റവും അവസാനം അഴിക്കുന്നതുമായ കയറാണ് മെയിൻ ഗൈ ലൈൻസ്. ഏറ്റവും ആദ്യം വലിച്ചു കെട്ടുന്നതും കുറ്റിയിൽ ഉറപ്പിക്കുന്നതും ഏറ്റവും അവസാനം അഴിക്കുന്നതും, ടെൻ്റ് അഴിക്കുമ്പോൾ ഏറ്റവും അവസാനം അഴിക്കുന്നതുമായ കയറാണ് മെയിൻ ഗൈ ലൈൻസ്. അത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം. ഈ കുറ്റിയുടെ ചരിവ് എന്ന് പറയുന്നത് 45 ഡിഗ്രി ആംഗിളിലാണ്. ഈ ഓരോ കുറ്റികളും കെട്ടി ഉറപ്പിക്കുക, ഗൈ ലൈൻസ് ഉപയോഗിച്ച്, റോപ്പ് ഉപയോഗിച്ച് കെട്ടി ഉറപ്പിക്കുന്നത് റൗണ്ട് ടേൺ ആൻഡ് 2½ ഇഞ്ചസ് ഉപയോഗിച്ചാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഓപ്പൺ ഫ്ലാപ്പ് ഉണ്ട്. ഈ ഫ്ലാപ്പ് നമ്മൾ ചുരുട്ടി ഇവിടെ തന്നെ കെട്ടി വയ്ക്കുന്നു. ഈ സൈഡിലും അതുപോലെ തന്നെ കെട്ടി ഉറപ്പിക്കുന്നു. സൈഡിൽ ഇവിടെയും ഫ്ലാപ്പുണ്ട്. സൈഡ് ഫ്ലാപ്പ്, സൈഡിൽ വരുന്ന ഫ്ലാപ്പുണ്ട്. അത് നമ്മൾ ചുരുട്ടി വയ്ക്കാനുള്ള സൗകര്യം നമുക്കിവിടെ റോപ്പ് ഇട്ടിട്ടുണ്ട്. അതിൽ ചുരുട്ടി പകൽ സമയം നമ്മൾ ഉയർത്തി വയ്ക്കുന്നു, അല്ലാത്ത സമയത്ത് നിവർത്തിയിടുന്നു, രാത്രികാലങ്ങളിൽ നിവർത്തിയിടുന്നു. ഇതും സൈഡ് ഫ്ലാപ്പ് എന്ന് പറയുന്നു. ഇത് ഫ്രണ്ട് ഓപ്പൺ ഫ്ലാപ്പാണ്. ഇത് റൂഫാണ്, റൂഫ് ഫാം. ഇത് മെയിൻ ഗൈ ലൈൻസ്, ഇത് കോർണർ ഗൈ ലൈൻസ്, ഇത് സൈഡ് ഗൈ ലൈൻസ്. ഈ പച്ച നിറത്തിലുള്ളതെല്ലാം കുറ്റികളാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കിയിരിക്കുക, ഒരു ഡബിൾ ഫ്ലൈ ടെൻറ്റിന് എത്ര കുറ്റികൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാക്കാം. 1, 2 2 മെയിൻ ഗൈ ലൈൻസിനുള്ളത്, 4 കോർണർ ഗൈ ലൈൻ, ഇവിടെ 2 എണ്ണം, മറുവശത്ത് 2 എണ്ണം, 4 കോർണർ ഗൈ ലൈൻസ്. അപ്പോൾ 4 2 6. ഇവിടെ 4 സൈഡ് ഗൈ ലൈൻസ്, അതിൻ്റെ മറുവശത്തും 4 എണ്ണം. അപ്പോൾ 2, 6, 14 പെഗ് ഒരു സിംഗിൾ ഫ്ലൈ ടെൻറ്റിന് ആവശ്യമാണ്. 14 പെഗ് ഒരു സിംഗിൾ ഫ്ലൈ ടെൻറ്റിന് ആവശ്യമാണ്. എന്നാൽ ഡബിൾ ഫ്ലൈ ടെൻ്റ് ആകുമ്പോൾ 8 എണ്ണം കൂടിയും കൂടും. അപ്പോൾ സിംഗിൾ ഫ്ലൈ ടെൻറ്റിന് നമ്മൾ മനസ്സിലാക്കി 14 എണ്ണം. അങ്ങനെയാണെങ്കിൽ ഡബിൾ ഫ്ലൈ ടെൻറ്റിന് നമുക്ക് പെഗ് 24 എണ്ണം ആവശ്യമാണ്. 16ഉം 14ഉം 8ഉം 22 എണ്ണം നമുക്ക് ആവശ്യമാണ്. അത് നമ്മൾ ഓർത്തിരിക്കുക. ഇവിടെ സിംഗിൾ ഫ്ലൈ ടെൻറ്റിന് 2, 6, 10, 14 എണ്ണം. 14ഉം പിന്നെ ഡബിൾ ഫ്ലൈ ടെൻ്റ് ആകുമ്പോൾ 14ൻ്റെ കൂടെ 8 കുറ്റിയും കൂടി കൂടുതൽ വരും, 8 റോപ്പും കൂടി കൂടുതൽ വരും. 14ഉം 8ഉം 22 കുറ്റികൾ ആവശ്യമാണ്. അതിനു വേണ്ട റോപ്പുകളും ആവശ്യമാണ് ഡബിൾ ഫ്ലൈ ടെൻറ്റ് ഉണ്ടാക്കുമ്പോൾ. നമ്മൾ വാങ്ങുന്ന ഡബിൾ ഫ്ലൈ ടെൻ്റ് ആണെങ്കിൽ ഇതിലെല്ലാ സാമഗ്രികളും കൃത്യമായി മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി, അതനുസരിച്ച് ടെൻറ്റിൻ്റെ ഭാഗങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക, കൃത്യമായി പഠിക്കുക. അടുത്ത ഇനി വരുന്ന മറ്റ് ഇംപ്രവൈസ്ഡ് ഷെൽട്ടറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ടെൻറ്റിൻ്റെ ഭാഗങ്ങൾ ആദ്യം മനസ്സിലാക്കി അത് എഴുതി വയ്ക്കുക. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് വരച്ച് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അതനുസരിച്ച് ഇതിൻ്റെ ഭാഗങ്ങളും എഴുതി വയ്ക്കുക. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വലിച്ചു കെട്ടേണ്ടതും എന്നുള്ളതും നമ്മളിത് കണ്ടതനുസരിച്ച് മനസ്സിലാക്കി ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഗുഡ് സ്കൗട്ടിംഗ്.